വണക്കം വന്ദനം നമസ്കാരം ഗുഡ് മോർണിംഗ് ടു യു ആൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 9-ാം തീയതി ഫെബ്രുവരി മാസം 2026 രാവിലെ 7:41 ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോയുടെ ഡ്യൂറേഷൻ വെറും 3 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് തീരാവുന്ന കാര്യമേ ഉള്ളൂ. അതിനെ നിറച്ച് ഇൻഫർമേഷനും നമ്മളിവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ടാൽ വളരെ നമുക്കൊരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ കൂടുതൽ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ, കൂടുതൽ ആൾക്കാർ കമൻറ്റ് ചെയ്യുമ്പം, യൂട്യൂബിൽ കമൻ്റൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നിറച്ച് നമുക്ക് വ്യൂ കൂടും. അപ്പം വ്യൂ കൂടുന്നതനുസരിച്ച് നമുക്ക് നിറച്ച് കാര്യങ്ങൾ ആൾക്കാരുടെ ചോദ്യത്തിനനുസരിച്ച് എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടത് ഷെയർ ചെയ്യാൻ പറ്റും. ഇത് നിഫ്റ്റി 50യുടെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടാണ്. ഈ ഫ്യൂച്ചറിൻ്റെ ചാർട്ട് കണ്ടിന്യൂവേഷൻ ചാർട്ടാണ്. അതും നിഫ്റ്റി ഫ്യൂച്ചർ വെച്ചിട്ട് പറയുന്ന ഒരു ചാനലാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡർ. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്ന ന്യൂവാൻസസും കാര്യങ്ങളും വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്നതും ഒരു സാധാരണ, അതായത് പുതിയതായിട്ട് വരുന്ന ബിഗിനേഴ്സിനും, ട്രേഡിങ്ങിൽ വരുന്ന പുതിയതായിട്ട് വരുന്ന ബിഗിനേഴ്സിനും മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഇത് ഒരു ലേലം വിളിയാണ്. ഈ ലേലം വിളി എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കുറച്ചുകൊണ്ട് വരിക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ലേലം വിളി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കാണണം. നമ്മൾ നോർമലായിട്ട് ലേലം വിളി എങ്ങനെയാണ്? ഒരു പ്രൊഡക്റ്റ് കാണും, അല്ലെങ്കിൽ ഒരു സംഭവം കാണും, ഒരു വസ്തു കാണും. അതിന് ഒരു ബേസ് പ്രൈസ് ഫിക്സ് ചെയ്യും. 150 എക്സാമ്പിളിന് പറയാണ്, 150 ബേസ് പ്രൈസ് ഫിക്സ് ചെയ്യും. അവിടെ നിന്ന് മുകളിലോട്ടാണ് വിളിക്കുന്നത് ലേലം വിളി, അല്ലേ? 160, 200, 300 അങ്ങനെ മുകളിലോട്ടാണ് വിളിക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഈ നിഫ്റ്റി ഓപ്ഷൻ, അതായത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ, എസ്പെഷ്യലി ഓപ്ഷന്റെ ബേസിക് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റൂളാണ്. അത് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു റൂളാണ്. മന്ത്ലി കോൺട്രാക്ട് തീരുന്ന ദിവസം അറ്റ് ദ മണി രണ്ടുപേരും 0 ആകണം. അല്ലെങ്കിൽ വീക്ക്ലി കോൺട്രാക്ട് തീരുന്ന ദിവസം അറ്റ് ദ മണി 0 ആകണം. ATM എന്ന് പറയും. അത് സ്പോട്ടിലാണോ ഫ്യൂച്ചറിലാണോ എന്നുള്ള കൺഫ്യൂഷന് വേണ്ടിയിട്ടാണ് ഇവർ കളിക്കുന്നത്. അത് വീണ്ടും ഒരു ചെക്ക് വച്ചേക്കുകയാണ്. അത് മന്ത്ലി കോൺട്രാക്ട് ആകുമ്പം സ്പോട്ടും ഫ്യൂച്ചറും ഒരേ പ്രൈസ് ലെവലിൽ എത്തണം. ഇതൊക്കെ 2 റൂളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലേലം വിളിയിൽ ഓപ്ഷൻ സെല്ലറാണ്, അതിൻ്റെ ഓപ്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഉള്ളതുകൊണ്ട് ഓപ്ഷൻ സെല്ലറിൻ്റെ ഒരു ഡോമിനേഷൻ ആണ് ഇവിടെ കൂടുതലുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും ഓപ്ഷൻ സെല്ലറിനെ കുറിച്ച് വീഡിയോ ഇടുന്നതും ഓപ്ഷൻ സെല്ലറായിട്ട് മാറാൻ പറയുന്നതും. കാര്യത്തിൽ ഈ പഠിപ്പിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അതായത് കുറേ ഈ സെബി രജിസ്റ്റേർഡ് അല്ലാത്ത ആൾക്കാർ ഇഷ്ടംപോലെ അവർ ഈ ക്ലാസ് എടുക്കും. ഇതിൻ്റെ ന്യൂവാൻസസ് പറഞ്ഞു തരാം, എത്ര രൂപയാണ്, 50,000 രൂപയാണ്, 1,00,000 രൂപയാണ്. അതൊക്കെ അവർ ഓപ്ഷൻ സെല്ലറിനെയാണ് അവർ അട്രാക്ട് ചെയ്യുന്നത്. കാരണം ഒരു ഓപ്ഷൻ സെല്ലറിന് ഒരു 2-3 ലോട്ട് വെക്കണമെങ്കിൽ ഒരു 1,00,000 രൂപയെങ്കിലും കയ്യിൽ വേണം. പഠിക്കാനായിട്ട് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ ആ 50,000 രൂപ കൈക്കലാക്കാം എന്നുള്ള ഒരു മോട്ടിവേഷനാണ് അവരൊക്കെ ചെയ്യുന്നത്. ഈ സിമ്പിൾ സ്ട്രാറ്റജി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ ലോങ് ടേമിൽ നിൽക്കാൻ പറ്റും. ഞാനൊരു ഓപ്ഷൻ ബയറാണേ. ഇത് പറയുന്നത് ഇന്നത്തെ പോയിന്റ് ഓഫ് കൺട്രോൾ ആണ്. 87 രൂപയാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് 87. നമ്മൾ ഈ ആഴ്ച കോൺട്രാക്ട് തുടങ്ങിയ മുതൽ നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ എത്ര എഫക്റ്റീവ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അത് ഈ ആഴ്ചയല്ല, എല്ലാ ദിവസങ്ങളിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ലെവൽസ്. ഇതൊക്കെ കാണുക. എന്നിട്ട് ഇന്നൊരു കോൺട്രവേഴ്സി വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു ഡിസ്കോഡ് വരികയാണെന്നുണ്ടെങ്കിൽ ട്രേഡ് അവോയ്ഡ് ചെയ്യുക. ഡിസ്കോഡ് എന്താണെന്നുള്ളത് റെഗുലറായിട്ട് ട്രേഡിങ് നമ്മുടെ ഓപ്ഷൻ ട്രേഡറിൻ്റെ ചാനൽ കാണുന്നവർക്കും ടെലഗ്രാം ചാനലുള്ളവർക്കും അറിയാം എന്താണ് ഡിസ്കോഡ് എന്നുള്ളത്. രാവിലെ തന്നെ ഡിസ്കോഡ് കാണുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ട്രേഡ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. കണ്ടതിന് നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.